പ്രിയ മെക്സവൻ കുടുംബാംഗങ്ങളെ, ഞാൻ കുഞ്ഞോയി, സൗത്ത് കൊടിയത്തൂരാണ് എൻ്റെ വീട്. REC ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ റിട്ടയർഡ് പ്രിൻസിപ്പലാണ്. ഈ ഹെൽത്ത് ക്ലബിൽ ഡേ 1 മുതൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്താനുള്ള കാരണം എൻ്റെ സഹോദരൻ കൂടിയായ ഹമീദ് കണ്ണഞ്ചേരിയാണ്. അദ്ദേഹം ഈ 2 ദിവസം തുടങ്ങുന്ന 2 ദിവസം മുമ്പിനോട് പറഞ്ഞു, ഇവിടെ വാ, ഉദ്ഘാടന ദിവസത്തിലൊന്ന് പങ്കെടുത്തിട്ട് പറ്റെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ നടത്തത്തിലേക്ക് മടങ്ങിപ്പോവാന്ന്. അങ്ങനെ ആ ദിവസം തന്നെ ഞാൻ വന്നു, പങ്കെടുത്തു. ഐ വാസ് ഇംപ്രസ്ഡ്. 2 കാര്യം കൊണ്ടാണ് ഞാൻ ഇംപ്രസ്ഡ് ആയത്. ഒന്ന്, ഇവിടെയുള്ള ഇതിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ എൻ്റെ പഴയകാല സുഹൃത്തുക്കള്, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത ആളുകള്, വേറെ കുടുംബക്കാർ. അപ്പൊ ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയുടെ കൂടെ ഒരു എക്സസൈസ് രാവിലെ നടത്തുന്നതിലുള്ള ഒരു ഇമ്പം. രണ്ടാമത്തെ കാര്യം, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ എക്സസൈസുകളും ഹ്യൂമൻ ഫ്രണ്ട്ലിയാണ്. നേരെ ജിമ്മിൽ പോയിട്ട് നമ്മളെ ശരീരത്തെ പീഡിപ്പിക്കുന്ന ഒരു ഇനം ഇവിടെ അല്ല. എല്ലാം നമ്മുടെ ശരീരത്തിന് സൗഹൃദമായ എക്സസൈസുകളാണ്. നടത്തത്തിനൊരു കുഴപ്പമുണ്ട്. നമ്മൾ സോളോ ആയിട്ട് വീട്ടിൽ നിന്ന് നടക്കാൻ ഇറങ്ങുമ്പോൾ നമ്മളെ ശരീരത്തിന്റെ മുമ്പ് നമ്മുടെ മനസ്സ് പോകും. എവിടെയൊക്കെ കയറി ഇറങ്ങിയാണ് അത്. കൂട്ടത്തിലാണെങ്കിലോ, കമ്പനിയായിട്ട് പോവുകയാണെങ്കിൽ ദേശീയവും അന്തർദേശീയവുമായ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. ഒരു എരിവിനും പുളിയിനും വേണ്ടി കുറച്ച് പദദൂഷണം പറയും. അങ്ങനെ മലിനമായിട്ടുള്ള ഒരു മനസ്സുമായിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കയറുന്നത്. ഇതങ്ങനെയല്ല. ഇവിടെ നമ്മൾ എത്തുമ്പോൾ അരമണിക്കൂർ നേരം നമ്മൾ തീർത്തും ഏകാഗ്രതയിലാണ്. നമ്മുടെ മനസ്സ് പ്രാർത്ഥനയിൽ പോലും 5 മിനിറ്റ് പ്രാർത്ഥനയിൽ പോലും ഇങ്ങനെ ഏകാഗ്രത നമുക്ക് കിട്ടാറില്ല. ഇവിടെ അത് കിട്ടുന്നുണ്ട്. കാരണം ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ കമാൻഡ് വരും. അതനുസരിച്ചുകൊണ്ട് നമ്മൾ ഏകാഗ്രതയിൽ നിൽക്കും, മനസ്സ് ശാന്തമാവുന്നു. നമുക്കറിയാം, ലോകത്തിൽ ഒരു മരുന്നിനും ഇങ്ങനെ മനസ്സിനെ ശാന്താക്കാൻ കഴിയില്ല. സോ അങ്ങനെ മാനസികാസ്വസ്ഥതയുള്ള ആളുകളെ ശാന്താക്കുന്നത് സെഡേഷൻ കൊടുത്തിട്ടാണ്. ഇത് അതൊന്നുമില്ലാതെ നമ്മൾ ശാന്താവുകയാണ്. എപ്പോഴും ഓളങ്ങളുള്ള ഒരു സാധനമാണല്ലോ മനസ്സെന്ന് പറഞ്ഞത്. ആ ഓളങ്ങളെ നിശ്ചലമാക്കിക്കൊണ്ട് നിർത്താൻ ഈ എക്സസൈസിന് സാധിക്കുന്നു.